നമസ്കാരം. വാർത്താനേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ കിഴക്കേനടയിൽ സാമൂഹ്യദ്രോഹികൾ തേവരുടെ കവാടത്തിൽ ചെളിവാരി എറിഞ്ഞ സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. ചേറ്റുവ പുഴയിൽ ചാടിയ സ്ത്രീയെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കിഴുപ്പിളിക്കര അഴിമാവിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മാനസികാരോഗ്യത്തിന് നേരെ ആൾക്കൂട്ട ആക്രമണം നടത്തിയ സംഭവത്തിൽ പരാതിയുമായി ബന്ധപ്പെട്ടു. ചേലക്കര അന്തിമഹാകാളൻ ഡാമിൽ കതിന പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ വൈദ്യുതി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ കിഴക്കേനടയിൽ സാമൂഹ്യദ്രോഹികൾ തേവരുടെ കവാടത്തിൽ ചെളിവാരി എറിഞ്ഞ സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. തൃപ്പയാർ കിഴക്കേനടയിൽ ആറാട്ടുപുഴ പൂരം പുറപ്പാടിനനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന തേവരുടെ കവാടം, ദീപസ്തംഭം എന്നിവയിൽ ചെളിവാരിത്തെച്ച സംഭവത്തിൽ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. താന്യം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന സരയൂ പാർക്ക് പ്രദേശത്തും സരയൂ തീരത്തും CCTV സ്ഥാപിക്കണമെന്നും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറൈൻ ആവശ്യപ്പെട്ടു. ചെളിവാരിയെറിഞ്ഞ സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. CCTV സ്ഥാപിച്ചാൽ നമുക്ക് ആ പ്രദേശത്തുള്ള ഒട്ടനവധി നമുക്കറിയാം പല മേഖലകളിലും പഞ്ചായത്തിൻ്റെ വഴികളിലൊക്കെ തന്നെ ഈ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരണത്തിൽ സാമൂഹിക വിരുദ്ധ ശല്യം തടയണമെങ്കിൽ ആ പ്രദേശത്ത് CCTVയുടെ ആവശ്യം അത്യാവശ്യമായിരിക്കാം. അതുപോലെ തന്നെ പോലീസിൻ്റെ സാന്നിധ്യവും അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം ആ പ്രദേശത്ത് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഈ പാർക്കുമായി ബന്ധപ്പെട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പുഴയോരത്തും ഈ തേവരെ വണങ്ങുന്നതിനുമായിട്ട് ഒട്ടനവധി പേര് അവിടെ ഇപ്പോൾ ഈ കരയിൽ നിന്ന് വണങ്ങുന്നതിന് വേണ്ടി ഒട്ടനവധി പേര് വന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭക്തി നിർഭരമായി ഈ സ്ഥലം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേറ്റുവ പുഴയിൽ ചാടിയ സ്ത്രീയെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. പുഴയിൽ ചാടിയ മധ്യവയസ്കയായ സ്ത്രീയെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഏകദേശം 58 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയാണ് ചേറ്റുവ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത്. ഈ സമയം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് രക്ഷപ്പെടുത്തിയത്. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കിഴുപ്പിളിക്കര അഴിമാവിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മാനസികാരോഗ്യത്തിന് നേരെ ആൾക്കൂട്ട ആക്രമണം നടത്തിയ സംഭവത്തിൽ പരാതിയുമായി ബന്ധുക്കൾ. കിഴുപ്പള്ളിക്കര വില്ലേജിലെ താന്യം പഞ്ചായത്ത് അഴിമാവ് 11-ാം വാർഡിൽ താമസിക്കുന്ന മാനസിക രോഗിയായ ചെമ്മാപ്പുള്ളി രാമു മകൻ അജയനെയാണ് കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വീട്ടിൽ കയറി ആക്രമിച്ചതായി ബന്ധുക്കൾ പറയുന്നത്. കിഴുപ്പള്ളിക്കര ഹെൽത്ത് സെന്റർ പരിസരം മുതൽ അജയന്റെ അഴിമാവിലുള്ള വീട് വരെയുള്ള പാതയിലും വീട്ടിലുമായി രാത്രിയിൽ 11-ാം വാർഡ് മെമ്പറായ മിനി ജോസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് അജയനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും വീട് ഭാഗികമായി തല്ലി തകർക്കുകയും ചെയ്ത സംഭവത്തിൽ സഹോദരങ്ങൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മാനസിക രോഗിയായ അജയൻ സാരമായ പരിക്കുകളോടെ അങ്കമാലിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മാനസിക രോഗിയായ അജയന്റെ പേരിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അമ്പലത്തിന്റെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതിനും കട തല്ലിപ്പൊളിച്ചതിനും വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കിയതിനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മുന്നണികൾ സ്ഥാപിച്ച ഫ്ലക്സുകൾ കുത്തിക്കേറിയെന്നും ആരോപിച്ച് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് പരാതിക്കാരെ വിളിച്ച് മാനസിക രോഗിയായ അജയനെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതോടെയാണ് രാത്രിയിൽ ആക്രമണം നടന്നിട്ടുള്ളതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. രാത്രിയിൽ വാർഡ് മെമ്പറും അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള നാട്ടുകാരും കൂടി നാളെ അവിടെ വീടിൻ്റെ അവിടെയുള്ള ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞൊരു സെൻ്ററിൽ നിന്ന് തല്ലി കൊണ്ടുവന്നിട്ട് വീട്ടിലിട്ടിട്ട് തല്ലി, ഒരുപാട് തല്ലി എന്നാണ് കേട്ടിട്ടുള്ളത്. അതും പറഞ്ഞു തരുന്നത് പരിസരവാസികളാണെങ്കിലും കൂടി പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് പറഞ്ഞത്. അപ്പോൾ നല്ലോണം തല്ലിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 3 സ്ത്രീകളുണ്ട്, വാർഡ് മെമ്പർ അടക്കം 3 സ്ത്രീകളുണ്ട് തല്ലിയിട്ടുണ്ട് വീട്ടിലിട്ടിട്ട്. അതിന് ശേഷമാണെങ്കിൽ വീട് ആകെ തല്ലി കൊടുത്തു വിട്ടിരിക്കുന്നു. ഏപ്രിൽ 4-ന് ഇതുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. മാനസിക രോഗി പീഡനത്തിനും ഹരിജൻ പീഡനത്തിനും ഭവനവേദനത്തിനും
ടിയാനെ മർദ്ദിച്ചവരെ കണ്ടെത്തി മേൽപ്പറഞ്ഞവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സഹോദരങ്ങളായ സരസ്വതി, ധർമ്മരാജൻ, തങ്കമണി തുടങ്ങിയവർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് വിസമ്മതിച്ചതായും പരാതിക്കാരെ കൊണ്ട് നിർബന്ധപൂർവ്വം പരാതി പിൻവലിപ്പിക്കുകയും ചെയ്തുവെന്ന് സഹോദരങ്ങൾ പറഞ്ഞു. പരാതിയിൽ നീതി ലഭിക്കുന്നതിനായി ജില്ലാ റൂറൽ എസ്.പിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന് പെരിങ്ങോട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ സഹോദരങ്ങളായ സജീവൻ ചെമ്മാപ്പള്ളി, സരസ്വതി, തങ്കമണി, കമലം ശ്രീകുമാർ തുടങ്ങിയവർ അറിയിച്ചു. ചേലക്കര അന്തിമഹാകാളൻകാവിൽ കതിന പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ വയോധികൻ മരിച്ചു. ചേലക്കര സ്വദേശി പൊന്നേടത്ത് വീട്ടിൽ 72 വയസ്സുള്ള വേണുഗോപാലാണ് മരിച്ചത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ വെടിവഴിപാടിനായി കതന നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എറണാകുളം മെഡിക്കൽ സെന്ററിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഊട്ടുപുരക്ക് സമീപത്തായിരുന്നു സംഭവം. കതിന പൊട്ടിത്തെറിക്കുന്നതിനിടെ തെറിച്ചു വീണ തീപ്പൊരി സമീപമിരുന്ന കരിമരുന്നിലേക്കും വേണുഗോപാലിന്റെ വസ്ത്രത്തിലേക്കും പടരുകയായിരുന്നു. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾക്കും ലൈസൻസിക്കുമെതിരെ ചേലക്കര പോലീസ് കേസെടുത്തു. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ദീപസ്തംഭവും താൽക്കാലിക കവാടവും ചെളിതേച്ച് നശിപ്പിച്ചതിൽ അന്വേഷണം ഊർജിതമാക്കി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ നടന്ന മോഷണ കേസുകളിലെ പ്രതികളെയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എത്രയും വേഗം പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്നും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിലേക്ക് പ്രതിഷേധ നാമജപ യാത്ര സംഘടിപ്പിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ആലപ്പാട് സുഗനഗർ ബസ് സ്റ്റോപ്പിന് സമീപം ഓട്ടോറിക്ഷയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് പരിക്കേറ്റു. പുത്തൻപീടിക സ്വദേശി അരിമ്പൂർ മൂക്കൻ ജിമ്മിയുടെ ഭാര്യ ജാൻസിക്കാണ് പരിക്കേറ്റത്. ഭർത്താവുമൊത്ത് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ അമിത വേഗതയിൽ വന്ന ഓട്ടോറിക്ഷ സ്കൂട്ടറിന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിച്ച ഓട്ടോറിക്ഷ നിർത്താതെ പോയി. പരിക്കേറ്റ യുവതിയെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ വോളിബോൾ, ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. വേനലവധിക്കാലത്തെ കുട്ടികളുടെ ശാരീരിക കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ് HSS ചന്ദ്രാപിനി 20 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ 30 വരെ ഫുട്ബോൾ, വോളിബോൾ ഇനങ്ങളിലാണ് ശാസ്ത്രീയമായി രീതിയിൽ പരിശീലനം നൽകുന്നത്. വിദഗ്ധരായ പരിശീലകരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. രാവിലെ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ VV സുഗീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് AV പ്രതിലാൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ KS കിരൺ, MPT പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, പ്രിൻസിപ്പാൾ PK ശ്രീജേഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ BB സജിത്ത്, അഡ്മിനിസ്ട്രേറ്റർ KA സുനിൽ, SRG കൺവീനർ ബിജു മോഹൻ ബാബു, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, ഫുട്ബോൾ കോച്ച് PK വിനോദ്, കായിക അധ്യാപകരായ മുഹമ്മദ് സുഹൈൽ, TN സിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എടത്തുരുത്തി പാപ്പാടമ്പാടം പരിസരത്ത് മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറക്കപ്പറമ്പിലിന്റെ കൃഷിയിടത്തിൽ ചെയ്ത കണിവെള്ളരി, കണിമത്തങ്ങ, പീച്ചിങ്ങ, കുക്കുംബർ, കൈപ്പയ്ക്ക, ഔഷധ കുമ്പളങ്ങ, പയർ, ചീര, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറി കൃഷിയാണ് വിളവെടുപ്പ് നടത്തിയത്. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് സുബി ശങ്കർ അധ്യക്ഷനായിരുന്നു. എടത്തുരുത്തി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൗമി പ്രസാദ്, വാർഡ് മെമ്പർമാരായ നീതു സുജേഷ്, ഷനിത ലെനിൻ, മേഖലാ സെക്രട്ടറി ബാബു പണിക്കവീട്ടിൽ, ഏരിയ വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, മേഖലാ ട്രഷറർ KV പ്രസാദ്, രാജേഷ് അറക്കപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ നന്നായിട്ട് ഇത്തവണയും കൃഷി നടത്തിയിട്ടുണ്ട്. അതിനെ നമ്മുടെ കൃഷിക്കാരെല്ലാവരും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു വല്ലാത്ത സന്തോഷമാണ്, ഒരു മനസ്സ് ഒരു കുളിരുന്ന അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടാവുക. കാരണം ഈ കൃഷി ഒക്കെ വളരെ പ്രയാസകരമാകുന്നു എന്നൊക്കെ പലരും പറയുന്നൊരു സമയത്താണ് എല്ലാ വർഷവും രാജേഷ് ഭംഗിയായിട്ട് ഈ എല്ലാ കൃഷിത്തരങ്ങളും ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ വിഷുവിൻ്റെ വിഷുക്കണിക്കൊക്കെ ഉള്ള
നല്ല മനോഹരമായിട്ടുള്ള കണിവെള്ളരിയും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പടവലങ്ങ, അതുപോലെ വെണ്ടയ്ക്ക, കൈപ്പക്കായ, പയർ, ചീര, അങ്ങനെ തുടങ്ങിയ എല്ലാ കൃഷിയും ഇവിടെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വിളവെടുത്ത് നമുക്ക് അത് നന്നായിട്ട് നമുക്കത് വിൽപ്പന നടത്തി നമുക്ക് രാജേഷിനെ ഈ കാർഷിക വൃത്തിയിൽ നിലനിർത്തുകയും വേണം. നമുക്കൊക്കെ ഇതൊരു മാതൃകാപരമായ പ്രവൃത്തിയാണ്. ചാലക്കുടി മേലൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ വയോധികൻ മരിച്ചു. മേലൂർ നെറ്റിക്കാടൻ വീട്ടിൽ 73 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. രാവിലെയായിരുന്നു അപകടം. കരുവാപ്പടി ജംഗ്ഷനിൽ വെച്ച് ചാലക്കുടിയിലേക്ക് വരുന്നതിന് ബസ്സിൽ കയറിയതാണ്. പെട്ടെന്ന് ബസ് മുന്നേറ്റെടുത്തപ്പോൾ ഡോറിന് തൊട്ടടുത്തിരുന്ന ജോർജ് താഴേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്നകര എളവക്കൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. വെങ്ങിണങ്ങ് തോയക്കാവ് സ്വദേശി എളവത്തിങ്ങൽ വീട്ടിൽ സണ്ണിയാണ് മരിച്ചത്. രാവിലെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ സണ്ണിയെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റ തോന്നൂക്കര വീട്ടിൽ സനീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലൂർ പാലക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഈരാറ്റുപേട്ട സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. KSEB പുതുക്കാട് സെക്ഷനിൽ നിന്ന് ജീവനക്കാരെത്തി പോസ്റ്റ് മാറ്റിയിടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. പാലിയേക്കര മണലിപ്പാലത്തിനു സമീപം നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടകര സ്വദേശിയായ ഷെമി ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിന് ഇരയാക്കിയത്. ദേശീയപാതയോട് ചേർന്നുള്ള ഫാസ്റ്റ് ട്രാക്ക് റീചാർജ് ബൂത്തിൽ നിർത്തിയിട്ടിരുന്ന കല്ലൂർ നായരങ്ങാടി സ്വദേശിയുടെ കാറിന് പുറകിലിടിച്ചാണ് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ദേശമംഗലം കടകശ്ശേരി കടകക്കുന്നിൽ വീടിനുള്ളിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയയാണ് മരിച്ചത്. തനിച്ച് താമസിക്കുന്ന സഫിയ തൊട്ടടുത്തുള്ള വീടുകളിലായാണ് ഉറങ്ങാൻ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലും ചെല്ലാത്തതിനാൽ നാട്ടുകാർ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. സഫിയയുടെ വീടിന്റെ 200 മീറ്റർ ചുറ്റളവ് ഒറ്റപ്പെട്ട പ്രദേശമാണ്. സഫിയ ധരിച്ചിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിൽ കൈകൾ ഉൾപ്പെടെ മുറിവ് പറ്റിയിട്ടുണ്ട്. കുന്നംകുളം ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചതായി പരാതി. പാരഡൈസ് ബസ്സിലെ കണ്ടക്ടറായ ആനക്കൽ വലിയവറമ്പിൽ വീട്ടിൽ അഖിലിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന അഖിലിനെ പ്രതികൾ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. 6 മാസം മുമ്പ് ബസ്സിൽ വെച്ച് ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിന്റെ തുടർച്ചയായാണ് ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. മർദ്ദനമേറ്റ അഖിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂരിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. തൃശൂർ പട്ടാളം റോഡിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. 10 പേർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഇവരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം നടന്നത്. അപകടത്തെ തുടർന്ന് ബസ്സുകളിൽ ചില്ലുകൾ റോഡിലേക്ക് പൊട്ടിവീണതിനാൽ ഫയർഫോഴ്സ് എത്തി വെള്ളം അടിച്ച് അവ നീക്കം ചെയ്തു. അപകടത്തെ തുടർന്ന് മേഖലയിൽ കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ കിഴക്കേനടയിൽ സാമൂഹ്യദ്രോഹികൾ തേവരുടെ കവാടത്തിൽ ചെളിവാരി എറിഞ്ഞ സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. ചേറ്റുവ പുഴയിൽ ചാടിയ സ്ത്രീയെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കിഴുപ്പിളിക്കര അഴിമാവിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മാനസികാരോഗ്യത്തിനെതിരെ ആൾക്കൂട്ട ആക്രമണം നടത്തിയ സംഭവത്തിൽ പരാതിയുമായി ബന്ധപ്പെട്ടു. ചേലക്കര അന്തിമഹാകാളൻ ഡാമിൽ കതിന പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ വയോധികൻ മരിച്ചു.
ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.